Okay, all of you mark the attendance. പ്രസന്റ് നേരത്തെ പ്രസന്റ് നേരത്തെ ഇട്ടിട്ട് കാര്യമില്ലടാ മക്കളെ, ഞാൻ അന്നേരം റെക്കോർഡ് ചെയ്തില്ലല്ലോ. ഒന്നുകൂടി ഇട്ടോട്ടോ. ഓക്കെ, അപ്പൊ ഒരു ഗ്രാമരംഗം എന്ന കവിത ആരുടേതാണ്? ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ ഒരു ഗ്രാമരംഗം എന്ന കവിതയാണ് നമ്മൾ പഠിക്കുന്നത് അല്ലെ. നമ്മൾ പറഞ്ഞു ചങ്ങമ്പുഴയെ പറ്റി പറഞ്ഞപ്പോഴേ രമണൻ എന്ന പ്രശസ്ത കാവ്യം പറഞ്ഞു അല്ലെ. രമണനിലത്തെ കാനന ഛായയിലാടുമേയ്ക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ, പാടില്ല പാടില്ല നമ്മെ നമ്മൾ പാടെ മറന്നൊന്നും ചെയ്തുകൂടാ. ഈ വരികളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. പഴയ കാര്യങ്ങൾ എങ്ങനെയാ പറഞ്ഞേ? പാടെ മറന്ന് നമ്മളെ തന്നെ മറന്ന് ഒന്നും ചെയ്യാൻ പാടില്ല അല്ലെ. മറ്റുള്ളവരെ കൂടെ നമ്മള് ചിന്തിക്കണം. അച്ഛനമ്മമാർ പറയുന്നത് മാത്രമാണ് നമ്മൾ അനുസരിച്ച് മുന്നോട്ട് പോകേണ്ടത് അല്ലെ, മുതിർന്നവര് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇന്നത്തെ കാലത്ത് അങ്ങനെയൊന്നും അല്ല അല്ലെ. നിങ്ങളുടെ ഇഷ്ടം പോലെ നടക്കുന്നു. ന്യൂ ജനറേഷൻ കുട്ടികൾ അങ്ങനെയാണ് അല്ലെ. അച്ഛനമ്മമാര് പറയുന്നതൊന്നും വിലക്ക് എടുക്കുന്നില്ല അല്ലേ ഏബലേ? ആണോ? ഏബലിന് ചിരി വരികയാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയല്ല വേണ്ടതല്ലേ. നല്ല മക്കളായി നമ്മൾ മുന്നോട്ട് പോവാം. ഓക്കെ, അപ്പൊ ഒരു ഗ്രാമം എന്ന കവിതയിൽ എന്നാ പറയും നോക്കാം നമുക്ക് അല്ലെ. നമ്മുടെ ഗ്രാമത്തിന്റെ ഭംഗി തന്നെയാണ് അവിടെ പറയുന്നത് അല്ലെ. മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി കരളും മിഴിയും കവർന്നു മിന്നി കറയറ്റൊരാലസൽ ഗ്രാമഭംഗി ഉളകമ്പോൾ കുന്നിൻ പുറത്തു വീണ പുതുമൂടൽ മഞ്ഞല പുൽകി നീക്കി പുലരോളി. ഞാൻ പാടിയ രീതി ഒന്ന് മാറിപ്പോയി അല്ലേ. പുലരോളി മാമല ശ്രേണികൾ തൻ പുറകിലായി വന്നു നിന്നെത്തി നോക്കി, എവിടെ തിരിഞ്ഞെന്നു നോക്കിയാലെന്തവിടെല്ലാം പൂത്ത മരങ്ങൾ മാത്രം. ഒരു കൊച്ചു കാറ്റെങ്ങാൻ വന്നു പോയാൽ ദൂരെ പൂമഴയായി പിന്നെ തളിരും മലരും കരുപ്പടർപ്പും തണലും തണുവണി പുൽപ്പരപ്പും കളകളം പെയ്തു പെയ്തങ്ങുമിങ്ങും ഇളകിപ്പറക്കുന്ന പക്ഷികളും പരിമൃദു കല്ലോല വീണമീട്ടി പതറിപ്പതഞ്ഞു പോംചോലകളും ഒരു നല്ല ചിത്രം വരച്ച പോലെ വരി വരി നിൽക്കുന്ന കുന്നുകളും പരശത സസ്യവിധാനിതമാം പല പല താഴ്വര തോപ്പുകളും പവിഴക്കതിർപ്പുല ചാത്തണിഞ്ഞ പരിചേഴും നെൽപ്പാട വീതികളും ഇടയന്റെ പാട്ടിലഞ്ഞൊഴുകും തടിനിയും താമര പൊയ്കകളും ഇവയെല്ലാം ആവരും ഗ്രാമരംഗം ഭുവനൈക സ്വർഗമായി തീർത്തിരുന്നു. ഇതാണ് നമ്മൾ പഠിച്ചല്ലേ. മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി കരളും മിഴിയും കവർന്നു മിന്നി കറയറ്റൊരാലസൽ ഗ്രാമഭംഗി അല്ലേ. ഗ്രാമത്തിന്റെ ഭംഗിയെ കുറിച്ചാണ് പറയുന്നത്. എങ്ങനെയാ? മലരണിഞ്ഞു നിൽക്കുന്ന കാടുകളാൽ തിങ്ങി നിറഞ്ഞും പിന്നെന്താ സ്വർണവർണ്ണമാർന്ന സൗന്ദര്യത്താല് മനസ്സ് നിറഞ്ഞും പോകുന്നു അല്ലെ. പിന്നെ പറഞ്ഞു എന്താ? സുന്ദരമാർന്ന ആ ഗ്രാമഭംഗിയില് കുന്നിന് പുറത്ത് വീണ് കിടക്കുന്ന മഞ്ഞുകണങ്ങളാൽ പ്രഭാത സൂര്യൻ മലയുടെ മുകളിലായി വന്ന് എത്തി നോക്കുന്നത് പോലെ വിടർന്നു നിൽക്കുന്നു അല്ലെ. പിന്നെയോ ഈ പ്രഭാതത്തിൽ എങ്ങോട്ട് തിരിഞ്ഞു നോക്കിയാലും എന്താ തോന്നുന്നത്? അവിടെയെല്ലാം പൂത്ത മരങ്ങൾ മാത്രമാണ് ഉള്ളത്. ഒരു
മന്ദമാരുതനെങ്ങാനും അതായത് ഇളം കാറ്റെങ്ങാനും വന്നു പോയാൽ എന്തുണ്ടാവും? ഇവിടെ പൂക്കൾ കൊണ്ട് ഒരു മഴ തന്നെ സൃഷ്ടിക്കപ്പെടുന്നു. തളിരും പൂവുകളും ചെടികളും കളകളാരവം മുഴക്കുന്ന പക്ഷികളും പിന്നെയോ കൊണ്ട് അവിടെ ആകെ എന്താ ഉള്ളത്? ശബ്ദമുഖരിതമാണ്, ശബ്ദങ്ങള് നിറഞ്ഞിട്ടാണുള്ളത്. ചെറിയ ചെറിയ കല്ലുകളിൽ തട്ടിത്തെറിച്ചു പോകുന്ന ചോലകളാലും പിന്നെ അവിടെയാകെ ഒരു സുന്ദര ചിത്രം വരച്ച പോലെ വരിവരിയായി നിൽക്കുന്ന കുന്നുകള്, പലതരത്തിലുള്ള സസ്യ വൈവിധ്യത്താലും സ്വർണ്ണ നിറമാർന്ന കതിർക്കുലകള് നിറഞ്ഞ പാടങ്ങള്, പിന്നെയോ ഇടയബാലന്റെ പാട്ടിനൊത്ത് ഒഴുകിപ്പോകുന്ന തോടുകള്, താമര നിറഞ്ഞ പൊയ്കകള് ഒക്കെ കൊണ്ട് ആ ഗ്രാമത്തെ എങ്ങനെയാ ഒരു സ്വർഗമാക്കിയിട്ട് തീർത്തിരിക്കുന്നു. അതാണ് മൊത്തം മീനിങ് പറയുന്നത് അല്ലെ. അപ്പൊ മലരേണിക്കാടുകൾ തിങ്ങി വിങ്ങി മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി. ഇപ്പോ നമ്മൾ പറഞ്ഞു അല്ലെ, മലരണിഞ്ഞു നിൽക്കുന്ന കാടുകളാൽ തിങ്ങി നിറഞ്ഞു. ഇതെന്താ? സ്വർണ്ണവർണ്ണമാണ് സൗന്ദര്യത്താ മനസ്സ് നിറഞ്ഞൊക്കെ പോകുന്നു ഒക്കെ പറഞ്ഞു. അപ്പോ ഇങ്ങനെയുള്ള ഈ ഗ്രാമ ഭംഗി എങ്ങനെയാ? ഇതൊക്കെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലെ. അതൊക്കെ കൊണ്ട് ഈ ഗ്രാമം എങ്ങനെയാ ഒരു സ്വർഗമാക്കി, ഭുവനൈക സ്വർഗമാക്കി തീർന്നിരിക്കുന്നു എന്നാണ് പറയുന്നത് അല്ലെ. ഇപ്പൊ മലരേണിക്കാണ്. ഇത് നിങ്ങൾ വായിച്ചോ മക്കളെ? നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു കഴിഞ്ഞല്ലേ ഇത്? ഓക്കെ, എല്ലാരും പാടിപ്പിച്ചോ മിസ് ക്ലാസ്സിന്? ഇല്ല. ഓക്കെ, അപ്പൊ ഇന്ന് ആരെങ്കിലും ഒരാളത് പാടിക്കോ. ആരാ നല്ല രീതിയിൽ പാടാൻ പഠിച്ചത്? എനക്കറിയില്ല, അതുകൊണ്ടാ പാടാൻ. ആരാ ഇന്നാലും നീറ്റിൽ പഠിച്ച? ഏഞ്ചലോ? നോക്കാം നമുക്കല്ലേ. മലരാണിക്കാടുകൾ തിങ്ങി വിങ്ങി മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി, കരളും മിഴിയും കവർന്നു മിന്നി, കറയറ്റോരാലസൽ ഗ്രാമഭംഗി, പുളകം പോൽ കുന്നിൻ പുറത്തു വീണ പുതുമൂടൽ മഞ്ഞല പുൽകി നീക്കി, പുലരോളി മാമല ശ്രേണികൾ തൻ പുറകിലായി വന്നു നിന്നെത്തി നോക്കി, എവിടെ തിരിഞ്ഞൊന്നു നോക്കിയാലേ വീടെല്ലാം പൂത്ത മരങ്ങൾ മാത്രം, ഒരു കൊച്ചു കാറ്റെങ്ങാൻ വന്നു പോയാൽ തുരുദൂരെ പൂമഴയായി പിന്നെ, തളിരും മലരും തരുപ്പടർപ്പും തണലും താണുവണി പുൽപ്പരപ്പും, കളകളം പെയ്തു പെയ്തങ്ങുമിങ്ങും ഇളകി പറക്കുന്ന പക്ഷികളും, പരിമൃദുകല്ലോല വീണമീട്ടി പതറിപ്പതഞ്ഞു പൂം ചോലകളും, ഒരു നല്ല ചിത്രം വരച്ച പോലെ വരി വരി നിൽക്കുന്ന കുന്നുകളും, പരശുദ്ധ സസ്യവിധാനിതമാം പല പല താഴ്വര തോപ്പുകളും, പവിഴക്കതിർക്കുല ചാർത്തണിഞ്ഞ പരിചേഴും നെൽപ്പാട വീഥികളും, ഇടയന്റെ പാട്ടിലാലിഞ്ഞൊഴുകും തടിനിയും താമര പൊയ്കകളും, ഇവയെല്ലാം ആ വെറും ഗ്രാമരംഗം ഭുവനൈക സ്വർഗമായി തീർത്തിരുന്നു. ചങ്ങമ്പുഴ കൃഷ്ണൻ പിള്ള. ഓക്കെ, വെരി ഗുഡ്, നന്നായി പാടുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ആരെങ്കിലും പാടുന്നോ? പാഠം 4. ഒരു ഗ്രാമരംഗം. മലരാണിക്കാടുകൾ തിങ്ങി വിങ്ങി മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി, കരളും മിഴിയും കവർന്നു മിന്നി, കറയറ്റോരാലസൽ ഗ്രാമഭംഗി, ഉലകം പോൽ കുന്നിൻ പുറത്തു വീണ പുതുമൂടൽ മഞ്ഞല പുൽകി നീക്കി, പുലരോളി മാമല ക്ഷണികൾ തൻ
പുറകിലായി വന്നു നിന്നെത്തി നോക്കി. എവിടെ തിരിഞ്ഞൊന്നു നോക്കിയാലെന്തവിടെല്ലാം പൂത്ത മരങ്ങൾ മാത്രം. ഒരു കച്ചു കാറ്റങ്ങാൻ വന്നു പോയാൽ തുരുതുരെ പൂമരയായി പിന്നെ. തളിരും മലരും കരുപടർപ്പും തണലും താണുവണി പുൽപ്പരപ്പും. കളകളം പെയ്തു പെയ്തങ്ങുമിങ്ങും ഇളകിപ്പറക്കുന്ന പക്ഷികളും. പരിമൃദുകളോല വീണമീട്ടി പതറിപ്പാതഞ്ഞു ചോലകളും. ഒരു നല്ല ചിത്രം വരച്ച പോലെ വഴി വഴി നിൽക്കുന്ന കുന്നുകളും. പരശത സസ്യവിധാനിതമാം പല പല താഴ്വര തോപ്പുകളും. പവിഴക്കതിർപ്പുല ചാർത്തണിഞ്ഞ പരിചയും നെൽപ്പാട വീതികളും. ഇടയന്റെ പാട്ടിലലിഞ്ഞൊഴുകും തടിനിയും താമര പൊയ്കകളും. ഇവയെല്ലാം ആവറും രാമരംഗം ഭുവനൈക സ്വർഗമായി തീർത്തിരുന്നു. രമണൻ, ചങ്ങമ്പുഴ കൃഷ്ണൻ. വെരി ഗുഡ്. ഹന്ന റോസ് നന്നായി പാടിയിട്ടുണ്ട്. നെക്സ്റ്റ് ആർക്കെങ്കിലും പാടാൻ? ആരാ പാടുന്നേ? റിവൈസ്. ഒരു ഗ്രാമരംഗം. മലരണി കാടുകൾ തിങ്ങി വിങ്ങി മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി. കരളും മിഴിയും കവർന്നു മിന്നി. കറയറ്റൊരാലസ ഗ്രാമഭംഗി. കുളകും പോലെ കുന്നിൻ പുറത്തു വീണ് മൂടൽ മഞ്ഞള പുൽക്കി നീക്കി. പുലരോളി മാമല അണികൾ തന്നെ പുറകിലായി വന്നു നെറ്റി നോക്കി. എവിടെ തിരിഞ്ഞാണോ നോക്കിയാല് എവിടെല്ലാം പൂത്ത് മരങ്ങൾ മാത്രം. ഒരു കൊച്ചു കാറ്റെങ്ങാൻ വന്നു പോയാൽ തുരുതൂര പൂമഴയായി പിന്നെ. തളിരും മലരും തരുപടർപ്പു തണലും താനുവണി കളകളും പെയ്തു പെയ്തങ്ങുമിങ്ങും പറക്കുന്ന പക്ഷികളും. പരിമെത്രു കാല ഒരു നല്ല ചിത്രം വരച്ച പോലെ വഴി വഴി നിൽക്കുന്ന കുന്നുകളും. പരശത സസ്യം വിധാനിതമാം പല പല താഴെ തോപ്പുകളും. പവിഴക്കതിർപ്പൂല ചാർത്തണിഞ്ഞ പരിചയം നെൽപ്പാട വീതികളും. ഇടയന്റെ പാട്ടിലേക്കും തടിനിയും താമരം ഓയികകളും. ഇവയെല്ലാം മാവേറും ഗ്രാമരംഗം സ്വർഗമായി തീർത്തിരുന്നു.
ഓക്കെ, വെരി ഗുഡ് റിവൈസ്. റിവൈസ് നന്നായിട്ട് മാറ്റുണ്ട് കേട്ടോ. പാടി വായിച്ചോണ്ടിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് ആരാ പാടുന്നേ? എഡ്വിൻ. പാഠം 4. ഒരു ഗ്രാമരംഗം. മലരണി കാടുകൾ തിങ്ങി വിങ്ങി, മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി, കരളും മിഴിയും കവർന്നു മിന്നി, കരയറ്റൊരാസൽ ഗ്രാമഭംഗി, പുളകം പോൽ കുന്നിൻ പുറത്തു വീണ പുതുമൂടൽ മഞ്ഞൾ പുൽകി നീക്കി, പുലരോളി മാമല ശ്രേണികൾ തൻ വന്നു നിന്നെത്തി നോക്കി, എവിടെ തിരിഞ്ഞൊന്നു നോക്കിയാലൻ ദവിടെല്ലാം പൂത്ത മരങ്ങൾ മാത്രം, ഒരു കൊച്ചു കാറ്റങ്ങാൽ വന്നു പോയാൽ തുരുതുരു പൂമഴയായി പിന്നെ, തളിരും മലരും തരുപ്പടർപ്പും തണലും താണുവാണിപ്പുൽ പരപ്പും, കളകം പെയ്തു ഇളകിപ്പറക്കുന്ന പക്ഷികളും പരിമൃദുകളെല്ലാം വീണാമിട്ടി ചോലകൾ ഒരു നല്ല ചിത്രം വരച്ച പോലെ വരി വരി നിൽക്കുന്ന കുന്നുകളും, വരശത സസ്യവിധാനിതമാം പല പല താഴ്വര തൊപ്പുകളും, പരിചയും നെൽപ്പാട വീതികളും, ഇടയന്റെ പാട്ടിലലിഞ്ഞൊഴുകും തടിനീലും താമര പൊയ്കകളും, ഇവയെല്ലാം വെറും ഗ്രാമരംഗം ഭുവനൈക സ്വർഗമായി തീർത്തിരുന്നു. ഓക്കെ, വെരി ഗുഡ് എഡ്വിൻ, നല്ല രീതിയിൽ പാടിയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ആർക്കാ പാടണമെന്ന് ആഗ്രഹമുള്ളത്? ഇപ്പൊ കിട്ടുന്ന അവസരാണേ, വേഗം. ആർക്കും താല്പര്യമില്ലേ? ഇനി ഇത്ര നല്ല ഈ പാട്ട് പാടാൻ ആർക്കും താല്പര്യമില്ല. ഇത്രയും കുട്ടികൾ ഇത്രയും വേഗം പാടാനാണ് ഒരു അവസരത്തിന് വേണ്ടി കാത്തു നിന്നു. ഇനി ആർക്കും പാടാൻ ആഗ്രഹമില്ല? പാടിക്കൂടെ? അത് തന്നെ. ലക്ഷ്മിപ്രിയ. മിസ് മുഹമ്മദ് മെസ്സേജ് അയച്ചു ക്ലാസ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട്. നെറ്റ് മുഹമ്മദ് അറിയില്ല, കിട്ടുന്നില്ല. ലക്ഷ്മിപ്രിയ വേഗം പാടിയേ. ആരെങ്കിലും പാടുന്നുണ്ടോ? മറ്റൊരാൾ അനങ്ങുന്നില്ല. വേഗം പാടിയേ. പാഠം 4. ഒരു ഗ്രാമരംഗം. മലരണി കാടുകൾ തിങ്ങി വിങ്ങി, മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി, കരളും മിഴിയും കവർന്നു മിന്നി, കരയറ്റൊരാലസൽ ഗ്രാമഭംഗി, പുളകം പോൽ കുന്നിൻ പുറത്തു വീണ പുതുമൂടൽ മഞ്ഞല പുൽകി നീക്കി, പുലരോളി മാമല ശ്രേണികൾ തൻ പുറകിലായി വന്നു നിന്നെത്തി നോക്കി, എവിടെ തിരിഞ്ഞൊന്നു നോക്കിയാലെന്തവിടെല്ലാം പൂത്ത മരങ്ങൾ മാത്രം, ഒരു കൊച്ചു കാറ്റെങ്ങാൻ വന്നു പോയാൽ തുരുതുരെ പൂമഴയായി പിന്നെ, തളിരും മലരും തരുപ്പടർപ്പും തണലും തണുവണിപ്പുൽ പരപ്പും, കളകളം പെയ്തു പെയ്തങ്ങുമിങ്ങും ഇളകി പറക്കുന്ന പക്ഷികളും, പരുമൃദു കല്ലോല വീണമീട്ടി പതറി പതഞ്ഞു പോം ചോലകളും, ഒരു നല്ല ചിത്രം വരച്ച പോലെ വരി വരി നിൽക്കുന്ന കുന്നുകളും, പരിഷദ സസ്യവിധാനിതമാം പല പല താഴ്വര തോപ്പുകളും, പവിഴക്കതിർ കുലച്ചാർത്തണിഞ്ഞ പരിചയം നെൽപ്പാട വീതികളും, ഇടയന്റെ പാട്ടിലലിഞ്ഞൊഴുകും തടിനിയും താമര പൊയ്കകളും, ഇവയെല്ലാം വെറും ഗ്രാമരംഗം ഭുവനൈക സ്വർഗമായി തീർത്തിരുന്നു. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ഗ്രേസ്. അനങ്ങാണ്ടാടി ഇരുന്നാ പോരാ കേട്ടോ ഗ്രേസേ. വേഗം പാടിയേത്.
എല്ലാരും രക്ഷപ്പെട്ടു എന്നാ വിചാരിച്ചേ. ഗ്രേസ് പാടിക്കോ, അൺമ്യൂട്ട് ചെയ്ത് പാടിയേ. ഗ്രേസിന് ആരാ ഉള്ളത്? ഫെയ്ത്താണോ അവിടെ ഉള്ളത്? അടി ഞാൻ തരും ഫെയ്ത്തെ, അവള് പാടട്ടെ. ഗ്രേസ് വേഗം പാടേ, വെയിറ്റ് ചെയ്യാൻ സമയമില്ലേ, വേഗം പാടിയേ. മലരേണി കാടുകൾ തിങ്ങി വിങ്ങി മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി കരളും മിഴിയും കവർന്നു മിന്നി കാറൊറ്റ ഗ്രാമഭംഗി ഉലകം പോൽ കുന്നിൻ പുറത്തു വീണ. പാടിയേ. പുളക്കമ്പോൾ കുന്നിൻ പുറത്തു വീണ പുതും മൂടൽ മഞ്ഞള പുൽകി നീക്കി. എന്താണ് അവിടെ ഗ്രേസിന്റെ പ്രശ്നം? പുൽകി നീക്കി പുലരോളി മാമല ശ്രേണികൾ തൻ പുറക്കിലായി വന്നു നിന്നെത്തി നോക്കി. എവിടെ തിരഞ്ഞൊന്നു നോക്കിയാലും അവിടെല്ലാം പൂത്ത മരങ്ങൾ മാത്രം. ഒരു കൊച്ചു കാറ്റെങ്ങാൻ വന്നു പോയാൽ തുരുതുര പൂമഴയായി പിന്നെ തളിരും മലരും തരുപ്പടപ്പും തണലും തണുവണി പുൽപ്പരപ്പും കളകം പെയ്തങ്ങുമിങ്ങും ഇളക്കി പറക്കുന്ന പക്ഷികളും പരിമൃദു കല്ലോല വീണമീട്ടി പതറിപ്പതഞ്ഞു പോയി ചോലകളും ഒരു നല്ല ചിത്രം വരച്ച പോലെ വരി വരി നിൽക്കുന്ന കുന്നുകളും പരശത സസ്യവിധ പല പല താഴ്വരത്തോപ്പുകളും കതിർക്കുലൻ ചാത്തണിഞ്ഞ ഇടയന്റെ പാട്ടിലലിഞ്ഞൊഴുകും തടിനിയും താമരപ്പൊയ്കകളും ഇവയെല്ലാം മാംവേറും ഗ്രാമഭംഗി ഭുവനൈക സ്വർഗമായി തീർത്തിരുന്നു. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ആരാ? അടുത്ത ആരാ പറഞ്ഞേ? ആവണി സന്തോഷ്. പാഠം 4. ഒരു ഗ്രാമരംഗം. മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി കരളും മിഴിയും കവർന്നു മിന്നി കറയറ്റൊരാലത്തൻ ഗ്രാമഭംഗി പുളകം പോൽ കുന്നിൽ പുറത്തു വീണ പുതുമൂടൽ മഞ്ഞല പുൽകി നീക്കി
പുലരോളി മാമല ശ്രേണികൾ തൻ പുറകിലായി വന്നു നിന്നെത്തി നോക്കി. എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയ ദവിടെല്ലാം പൂത്ത മരങ്ങൾ മാത്രം. ഒരു കൊച്ചു കാറ്റെങ്ങാൻ വന്നു പോയാൽ തുരുതുരു പൂമഴയായി. പിന്നെ തളിരും മലരും തരുപ്പടർപ്പും തണലും തണുവാണി പുൽപ്പരപ്പും. കളകളം പെയ്തു പെയ്തങ്ങുമിങ്ങും ഇളകിപ്പറക്കുന്ന പക്ഷികളും. പരിമൃദുക്കൾ വീണമീട്ടി പതറിപ്പറക്കും ചോലകളും. ഒരു നല്ല ചിത്രം വരച്ച പോലെ വരി വരി നിൽക്കുന്ന കുന്നുകളും. പരശത സസ്യ വിധാനിതമാം പല താഴ്വാരത്തോപ്പുകളും. പവിഴക്കതിർക്കുല ചാർത്തണിഞ്ഞ പരിചേഴും നെൽപ്പാട വീഥികളും. ഇടയന്റെ പാട്ടിലലിഞ്ഞൊഴുകും തടിനിയും താമര പൊയ്കകളും. ഇവയെല്ലാം ആവേറും ഗ്രാമരംഗം ഭുവനൈക സ്വർഗമായി തീർത്തിരുന്നു. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ജോസി. പാഠം 4. ഒരു ഗ്രാമരംഗം. മലരാണിക്കാടുകൾ തിങ്ങി മിങ്ങി മരതകക്കാന്തിയിൽ മുങ്ങി മുങ്ങി കരളും മിഴിയും കവർന്നു മിന്നി കരയറ്റ ഗ്രാമഭംഗി. ഉലകം പോൽ കുന്നിൻ പുറത്ത് വീണ പുതുമൂടൽ മഞ്ഞില പുൽക്കി നീക്കി. പുലരോളി മാമല ശ്രേണികൾ തൻ പുലരോളി മാമല ശ്രേണികൾ തൻ പുറകിലായി വന്നു എവിടെ തിരിഞ്ഞു നോക്കിയാലും അവിടെല്ലാം പൂത്ത മരങ്ങൾ മാത്രം. ഒരു കൊച്ചു കാറ്റെങ്ങാൻ വീശിപ്പോയാൽ പൂമഴയായി. പിന്നെ തളിരും മലരും തരുപ്പടർപ്പും തണലും തണുവണി പുൽപ്പരപ്പും. കളകളം പെയ്തു പെയ്തങ്ങുമിങ്ങും ഇളകി പറക്കുന്ന പക്ഷികളും. പരിമൃദു കല്ലോല വീണമീട്ടി പതറിപ്പതഞ്ഞുപോം ചോലകളും. ഒരു നല്ല ചിത്രം വരച്ച പോലെ വരി വരി നിൽക്കുന്ന കുന്നുകളും. സസ്യവിധാനികമാം പല പല താഴ്വാര തോപ്പുകളും. പവിഴക്കതിർക്കുല ചാർത്തണിഞ്ഞ പരിചേഴും നെൽപ്പാട വീഥികളും. ഇടയന്റെ പാട്ടിലലിഞ്ഞൊഴുകും തടിനിയും താമര പൊയ്കകളും. ഇവയെല്ലാം ആവെറും ഗ്രാമരംഗം ഭുവനൈക സ്വർഗമായി തീർത്തിരുന്നു. ഓക്കെ, അതിലെല്ലാം പോയി കേട്ടോ. പാട്ട് പാടാൻ പഠിച്ചിട്ട് അതില് പോയി അല്ലേ? അടുത്ത ആളെ പാടിപ്പിക്കുന്ന അറിയാം അല്ലെ? അപ്പൊ ഇനി നിങ്ങൾക്ക് ഇന്നെന്താ വർക്ക് എന്നറിയോ? ഈ പാഠം ക്ലിയർ ആണല്ലോ?
എന്താണ് ജോസി മുഖല വാടുന്നേ വർക്ക് പറയുമ്പോ? അപ്പൊ എന്താണെന്നറിയോ, ഇന്നത്തെ നമ്മൾ ഈ പാഠത്തിന്റെ പേര് എഴുതിയിട്ട് അർത്ഥം, പദങ്ങളുടെ അർത്ഥം എഴുതണം. നെക്സ്റ്റ് പര്യായ പദം താഴെ കണ്ടോ, പര്യായ പദം അത് എഴുതുക. നെക്സ്റ്റ് മൂന്നാമത്തത് നാനാർത്ഥം, നാനാർത്ഥം എഴുതുക എന്ന് എഴുതുക ഹെഡിങ്, എന്നിട്ട് അത് എഴുതുക. അടുത്ത പിരിച്ചെഴുതുക, നിങ്ങൾ ഒറ്റയ്ക്ക് എഴുതണമെന്നില്ല, മിസ് എഴുതിത്തരാം കേട്ടോ. ക്ലാസ് പറഞ്ഞതിന് ശേഷം എഴുതിയാൽ മതി. അപ്പൊ നിങ്ങളുടെ ആ 3 വർക്കുകൾ നിങ്ങൾ, മിസ് മുഹമ്മദ് വന്നോ? അപ്പൊ ആ 3 വർക്ക് ചെയ്യണം. അർത്ഥവും പര്യായവും നാനാർത്ഥവും കേട്ടോ. മറ്റേത് പിന്നെ നമ്മുടെ ആക്ടിവിറ്റി പറയണത്തുള്ളൂ. ഓക്കെ മുഹമ്മദേ, പാടിക്കോളൂ. ക്ലിയർ ഉണ്ടോ മുഹമ്മദിനെ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പൊ അതിന് നിങ്ങൾ എന്ത് ചെയ്യണം, നോട്ടിലേക്ക് പകർത്തി എഴുതണേ. അതിനുശേഷം ഞാൻ ക്വസ്റ്റ്യൻസ് പറയാം, എന്നിട്ട് തരാം. ക്ലാസ്സിൽ പറയണത്തല്ലേ. ഓക്കെ, അപ്പൊ പിരിച്ചെഴുതുകയിൽ എന്താണ്? പുലരൊളി, പുലർ പ്ലസ് ഒളി. അടുത്ത കറയറ്റ, കറ പ്ലസ് അറ്റ ആണ് കറയറ്റ. കറയറ്റ എങ്ങനെയാ പിരിച്ചെഴുതുക? കറ പ്ലസ് അറ്റ. അടുത്തത് മഞ്ഞല, മഞ്ഞ് പ്ലസ് അലയാണ്. മഞ്ഞ പ്ലസ് അലയല്ല, മഞ്ഞ് പ്ലസ് അല, മഞ്ഞല. പുലച്ചാർത്ത് എങ്ങനെയാ? പുല പ്ലസ് അപ്പൊ അത്ര വരെ നിങ്ങൾ എഴുതണം. പിന്നെന്താ, മനസ്സിലായോ അത്? പിന്നെ മലർ പ്ലസ് അണിയാണ് എന്ത്? മലരണി. നിന്ന് പ്ലസ് എത്തി, നിന്നെത്തി, ഏച്ചിനാണ്. അടുത്തത് പാട്ടിൽ പ്ലസ് അലിഞ്ഞ്. നിങ്ങൾക്ക് ഒറ്റക്ക് അറിയോ അത്? എഴുതരണോ? പാട്ടിൽ അലിഞ്ഞ്, പാട്ടിൽ പ്ലസ് അലിഞ്ഞ്, പാട്ടിൽ അലിഞ്ഞ്. അത്രയാണ് അതിന്റെ ഉള്ളത്. ക്വസ്റ്റ്യൻസിന് മിസ് ക്ലാസ് പറഞ്ഞതിന് ശേഷം എഴുതാം കേട്ടോ. അപ്പൊ നിങ്ങൾ ഇത്രയും നിങ്ങളുടെ നോട്ടിലേക്ക് പകർത്തി എഴുതി വെക്കണേ. ഓക്കെ, അത് നിങ്ങൾക്ക് അറിയോ ഒറ്റക്ക് എഴുതാൻ? എഴുതരേണ്ടി വരുമോ? അറിയാം അല്ലെ? കറ പ്ലസ് അറ്റ. എന്നാ എഴുതിക്കോ, അറിയുന്നവരെ എഴുതിക്കോ. മിസ്റ്റേക്ക് വരുത്താൻ പാടില്ല, തെറ്റില്ലാതെ എഴുതുക. കഴിഞ്ഞ പാഠത്തിന്റെ അത് അയച്ചിട്ടില്ല അല്ലെ? വാക്യത്തിൽ പ്രയോഗിക്കുക. ഇതെങ്ങനെ എഴുതുന്നു മിസ്സേ? ഏത്? ഒരു മിനിറ്റ്. ഏത് വാക്യത്തിൽ പ്രയോഗിക്കുക? അത് കുഴപ്പമില്ല, ഞാൻ വേണമെങ്കിൽ നോക്കിയിട്ട് തരാം. അല്ല നിങ്ങൾക്ക് ഇപ്പൊ അത് എഴുതുന്നതിനും കുഴപ്പമില്ല. അതിനുശേഷം നമുക്ക് ആ പാഠത്തിൽ എഴുതിയാൽ പോരെ. വാക്യത്തിൽ പ്രയോഗിക്കുവാന്ന് എഴുതിയാൽ പോരെ. ഓക്കെ, നിങ്ങൾ എഴുതിക്കോട്ടെ ഇന്നത്തെ. ഓക്കെ, ബൈ.